മിശിഹായിൽ പ്രിയമുള്ളവരെ, വീണ്ടും ഒരു ക്രിസ്മസ്. ദൈവം മനുഷ്യനായി അവതരിക്കുന്നു. ഇതിനു വേണ്ടി നമ്മെ എല്ലാവരെയും കുറേക്കൂടെ മെച്ചപ്പെട്ട നല്ല മനുഷ്യരാക്കുവാൻ വേണ്ടി, സുവിശേഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കുറേ കൂടെ പ്രകാശം പരത്തുന്ന നല്ല മനുഷ്യരാക്കുവാൻ വേണ്ടി. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാമത്തെ വചനം, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ക്രിസ്തുവാണ് ആ വെളിച്ചം. അവൻ സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്നു. ഇടയന്മാരെക്കുറിച്ച് പറയുന്നു, കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി, കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചുവെന്ന്. ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്ന ചിന്ത, കർത്താവിൻ്റെ ജനനം അനേകം മനുഷ്യരെ പ്രകാശിപ്പിച്ചു. അവൻ്റെ വാക്കുകൾ, അവൻ്റെ ചിന്തകൾ, അവൻ്റെ പ്രവൃത്തികൾ, അവൻ്റെ ജീവിതം അനേകർക്ക് പ്രചോദനമായി നന്മയുടെ നനവുള്ള മനുഷ്യരായി അവർ മാറുകയാണ്. സ്നേഹമുള്ളവരെ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിച്ച മനുഷ്യരെ ഏറെ ആവശ്യമാണ്. കാരണം അന്ധകാരത്തിൻ്റെ ശക്തികൾ, തിന്മയുടെ ശക്തികൾ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. ശത്രുതയുടെയും വിദ്വേഷത്തിൻ്റെയും വിഭാഗീയതയുടെയും വിത്തുകൾ പാകുന്ന ധാരാളം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. യുദ്ധങ്ങളും കൊലപാതകങ്ങളും വഴക്കുകളും ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു. സ്വത്തും പണവും പെരുമയും സ്വന്തമാക്കുവാനുള്ള വ്യഗ്രതയിൽ മനുഷ്യത്വം മരവിച്ചവനായി ഇന്ന് മാറിയിരിക്കുകയാണ്. ക്രിസ്മസ് ഒരു ഓർമ്മപ്പെടുത്തലാണ്, നല്ല മനുഷ്യരായി ജീവിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. ഈ ക്രിസ്മസ് ദിനത്തിൽ 4 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് മെച്ചപ്പെടുത്താം. ഒന്നാമതായിട്ട്, ഒരു പുൽക്കൂട് പോലെ എല്ലാവർക്കും ഇടം കൊടുക്കുന്ന നല്ല മനുഷ്യരാകാം. പുൽക്കൂട് ഒരു ചെറിയ ഇടമാണ്, പക്ഷെ അവിടെ എല്ലാവർക്കും പ്രവേശനമുണ്ട്. അവിടെ തിരുക്കുടുംബത്തിൻ്റെ സാന്നിധ്യമുണ്ട്. മാതാവും യോസേപ്പിതാവും ഈശോയും, പൂജാരാജക്കന്മാരുണ്ട്, ആട്ടിടയന്മാരുണ്ട്, മാലാഖമാരുണ്ട്, ആടുകളും പശുക്കളും മറ്റു മൃഗങ്ങളുമുണ്ട്. എല്ലാവർക്കും ഇടം കൊടുക്കുന്ന ഒരു ഭവനമാണ് പുൽക്കൂട്. ക്രിസ്തു ആരെയും മാറ്റി നിർത്തിയില്ല. ചുങ്കക്കാരും പാപികളും വേശ്യകളും പാവപ്പെട്ടവരുമൊക്കെ അവൻ്റെ ഹൃദയത്തിൽ ഇടം നേടി. ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിച്ചവർ, അവർ ഹൃദയം വിശാലമാക്കുന്നവർ, എല്ലാവരെയും സ്വീകരിക്കുവാനും ആരെയും മാറ്റി നിർത്തുവാനും അവർക്ക് സാധിക്കുകയില്ല. രണ്ടാമതായി, മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ തിടുക്കം കാണിക്കുന്നവരായി നമുക്ക് മാറാം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം പരിശുദ്ധ മറിയം തന്നെയാണ്. മറിയം യൂദയായിലെ മലമ്പ്രദേശത്തേക്ക് തിടുക്കത്തിൽ യാത്രയായി എന്ന് വചനം പറയുകയാണ്. ആട്ടിടയന്മാരെക്കുറിച്ച് പറയുന്നു, അവർ അതിവേഗം പോയി ജോസഫിനെയും മാതാവിനെയും പുൽക്കൊട്ടിയിൽ തിടുന്ന ശിശുവിനെയും കണ്ടുവെന്ന്. തിടുക്കം കാണിച്ചവരാണ് പരിശുദ്ധ അമ്മയും ഇടയന്മാരും. പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ യാത്ര പുറപ്പെടുകയാണ്, എലിസബത്തിനെ സന്ദർശിക്കുവാനും അവളെ ശുശ്രൂഷിക്കുവാനുമായി. ഇടയന്മാർ അതിവേഗം യാത്ര ചെയ്യുകയാണ്, രക്ഷകനെ കാണുവാനും ആ രക്ഷകനെ പ്രഘോഷിക്കുവാനുമായി. ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിച്ചവർ നന്മ ചെയ്യുന്നതിൽ തിടുക്കം കാണിക്കുന്നവരാണ്. പഴമക്കാർ പറയാറുണ്ട്, നല്ല കാര്യങ്ങൾ ഒരിക്കലും വച്ച് നീട്ടരുത് എന്ന്. നല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പ്രചോദിപ്പിക്കുക പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ അവരിന് നന്മ ചെയ്യാനായിട്ടുള്ള തിടുക്കം കാണിക്കുവാനായിട്ട് ഈ ക്രിസ്മസ് നമ്മെ പ്രചോദിപ്പിക്കട്ടെ. മൂന്നാമതായി, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ തിടുക്കം കാട്ടാതെ ദൈവവുമായി ആലോചന നടത്തുന്നവരാകാം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ജോസഫ് തന്നെയാണ്. ജോസഫിനെ കുറിച്ച് വചനം പറയുന്നു, അവൻ നീതിമാനാകയാലും മറിയത്തെ അപമാനതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ അതേക്കുറിച്ച് ആലോചന നടത്തവേ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്.
ജോസഫിനെ നോക്കുക, മറിയത്തെ ഒരിക്കലും അപമാനിതയാക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. തൻ്റെ തീരുമാനം മറിയത്തിൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും വേദനിപ്പിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് മാറുവാനായിട്ട്, ദൈവവുമായി ആലോചന നടത്തി ഉചിതമായൊരു തീരുമാനമെടുക്കുവാനായിട്ട് ജോസഫിന് സാധിച്ചു. ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിക്കുന്നവർ ദൈവവുമായി ആലോചന നടത്തി ഉചിതമായ തീരുമാനങ്ങളെടുക്കുന്നവരാണ്. അങ്ങനെ തീരുമാനങ്ങളെടുക്കുമ്പോൾ ആ തീരുമാനം എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒന്നായി മാറും. നാലാമതായി, നല്ല മനുഷ്യരാകാൻ ശ്രേഷ്ഠമായ ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കാം. നമ്മുടെ ചിന്തകളെ പരിശോധിക്കാം. അവ നന്മ വിതയ്ക്കുന്നതാണോ അത് തിന്മ വിതയ്ക്കുന്നതാണോ? ക്രിസ്തുവിൻ്റെ ജനനത്തിൽ ഹെറോദോസും കൂട്ടരും ചിന്തിക്കുക അവനെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അവൻ പ്രധാന പുരോഹിതന്മാരെയും നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി കർത്താവ് എവിടെ ജനിക്കും എന്ന സ്ഥലം അന്വേഷിക്കുകയാണ്, അവനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. ശ്രേഷ്ഠമായ ചിന്തകളാണ് നമ്മെ നല്ല മനുഷ്യരാക്കുന്നത്. പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വചനം, സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാവവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുവിൻ. നമ്മുടെ ചിന്തകളാണ് നമ്മെ നല്ലവരും മോശക്കാരുമാക്കുക. ഈ ക്രിസ്മസ് ദിനത്തിൽ നല്ല ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സുകളെ നിറച്ച് നല്ല മനുഷ്യരായി നമുക്ക് മാറാം. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനായി അവതരിക്കുകയാണ്. നമ്മെ എല്ലാവരെയും നന്മയുടെ നല്ല മനുഷ്യരാക്കുവാൻ വേണ്ടിയിട്ട്. ക്രിസ്തുവിൻ്റെ ജനനത്തിൽ മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനമെന്ന്. ദൈവം മഹത്വപ്പെടുക മനുഷ്യർ സമാധാനത്തിൽ ജീവിക്കുമ്പോഴാണ്. ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ലോകത്തിൽ സമാധാനം നഷ്ടമാകുന്നത് മനുഷ്യൻ തിന്മ ചിന്തിക്കുകയും തിന്മ ആഗ്രഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ്. ഈ ക്രിസ്മസ് നമ്മെ എല്ലാവരെയും നല്ല മനുഷ്യരാക്കട്ടെ. നല്ല ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സുകളെ നമുക്ക് നിറയ്ക്കാം. അങ്ങനെ ഈ ലോകത്തിൽ സമാധാനത്തോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതുവഴി ദൈവം മഹത്വപ്പെടട്ടെ. നല്ലൊരു ക്രിസ്മസ് എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.